നമ്മുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും അച്ഛനമ്മമാർക്കത് സഹിക്കാൻ കഴിയുമോ? കുട്ടിക്കാലത്ത് മാത്രമല്ല, കൗമാരപ്രായത്തിനും ഇനി യുവത്വത്തിലേക്ക് കടന്നാലും അവർ തലതെറിച്ച് പോയെന്നറിഞ്ഞാൽ വീട്ടിലും നാട്ടിലും പിന്നെ തലയുയർത്തി നടക്കാൻ പോലും കഴിയില്ല, അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ചാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കോഴിക്കോട് പന്തീരാങ്കാവിലെയും ഉള്ളിയേരിയിലെയും 2 സംഭവങ്ങളിലേക്കാണ്. പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ നിന്ന് 3 കോടിയോളം രൂപ വിലമതിക്കുന്ന MDMA പിടികൂടിയത് ഒരു യുവതി അടങ്ങുന്ന സംഘത്തിൽ നിന്നാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്രീനും സുഹൃത്ത് ഷഹീഖും രാജസ്ഥാനിൽ നിന്നാണ് ലഹരി കൊണ്ടുവന്നത്. ഉള്ളിയേരിയിലെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവും MDMAയുമായി യുവതിയെയും കൂട്ടുകാരനെയും പോലീസ് പൊക്കി. പന്തീരാങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ജില്ലയിലെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസും ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 കിലോയോളം വരുന്ന MDMA കണ്ടെടുത്തു. കാറിന്റെ ബോണറ്റിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. സംഭവത്തിൽ കൊണ്ടോട്ടി സ്വദേശി ഷഹീഖ്, അടിവാരം സ്വദേശിനി ഫാത്തിമ നസ്രീൻ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 3 കോടിയോളം രൂപ വിലമതിക്കുന്നതാണ് പിടികൂടിയ മയക്കുമരുന്ന്. സമൂഹമാധ്യമത്തിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ കൂടിയാണ് പിടിയിലായ ഫാത്തിമ നസ്രീൻ. രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് MDMA എത്തിച്ചതെന്നാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ഉള്ളിയേരിയിലെ ബ്ലൂ മെറിഡിയൻ അപ്പാർട്ട്മെന്റിൽ നിന്ന് സമാന രീതിയിൽ തന്നെ മയക്കുമരുന്നുമായി യുവാവും യുവതിയും പിടിയിലായത്. കൊയിലാണ്ടി സ്വദേശി ഫിറോസ്, പയ്യന്നൂർ സ്വദേശിനി ശീതൾ ശിവദാസ് എന്നിവരാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ വലയിലായത്. ഇവരിൽ നിന്ന് 11.83 ഗ്രാം MDMAയും കഞ്ചാവും കണ്ടെടുത്തു. ലഹരിമരുന്ന് അളന്നു വിൽക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസുകളും പാക്കിംഗ് സാമഗ്രികളും മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. സമീപത്ത് തന്നെയുള്ള മെഡിക്കൽ കോളേജ് പരിസരത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പനയെന്നാണ് സൂചന. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നതായുള്ള വിവരത്തെ തുടർന്ന് എക്സൈസും പോലീസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പിടിയിലായവർക്ക് അന്തർസംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.